ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും മത്തങ്ങ ഓലൻ തയ്യാറാക്കുന്നത് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലത്തെ കുരുക്കളൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ട് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു മൺചട്ടിനകത്ത് ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ ഒരു കുഞ്ഞ് കപ്പിൻ്റെ പകുതി ഭാഗം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഉടഞ്ഞു വരണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പാൽ പിഴിഞ്ഞ് വയ്ക്കാം. ഒരു തേങ്ങമുറി എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ദേ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി തിളപ്പിച്ച് എത്രത്തോളം വേണം അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരു മീഡിയം പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഉടയാൻ പറ്റണത് മുഴുവനായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇളക്കി ഉടച്ചാൽ മതി. ഒരുപാട് കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഓലൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അതിൻ്റെ തിളയൊക്കെ അവസാനിച്ചതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് മത്തങ്ങ ഓലൻ തയ്യാറാക്കാം കേട്ടോ. ആ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.